അപ്പോൾ ഹലോ ഗായ്സ്, ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഫയർ ഈ ചാനലിൽ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. നമ്മുടെ സൂപ്പർ കപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു. അതിലെനിക്ക് പറഞ്ഞു പോയി ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ആദ്യം ഞാൻ കണ്ടത് ഏപ്രിൽ 18 എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ട വീഡിയോകളിലൊക്കെ 18 എന്നാണ് പറഞ്ഞത്, 18 to 27 എന്നാണ്. സോ അതിന് ചെറിയൊരു തെറ്റുണ്ട്, ഇപ്പോൾ തിരുത്തുണ്ട്. എന്തായാലും നമുക്കതിനെ പറ്റി നോക്കുമ്പോൾ മാർക്കസിൻ്റെ ട്വീറ്റ് എന്തായാലും ഒഫീഷ്യലായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. സൂപ്പർ കപ്പ് ഈ 2025 ഭുവനേശ്വറിൽ ഒഡീഷയിൽ വെച്ചായിരിക്കും നടക്കുക. ഏപ്രിൽ 21 തൊട്ടിട്ട് ആയിരിക്കും അത് തുടങ്ങുക. മാത്രമല്ല 16 ടീമുകൾ ഉണ്ടാവും. നോക്കൗട്ട് ഫോർമാറ്റ്, അതായത് നമ്മൾ കഴിഞ്ഞ സീസണിലുള്ള സൂപ്പർ കപ്പ് പോലെയൊന്നുമല്ല, അങ്ങനത്തെ തട്ടിക്കൂട്ട് ഫോർമാറ്റൊന്നുമല്ല. തട്ടിക്കൂട്ട് ഫോർമാറ്റ് പറയുമ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ്, അതിലുള്ള ആദ്യത്തെ 4 ഗ്രൂപ്പ് ഉണ്ടാവും. 4 ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ടോപ്പേഴ്സ് സെമി ഫൈനലിൽ കയറും. അവരിൽ അങ്ങനെ ഫൈനലെത്തും, കപ്പടിക്കും. അതായിരുന്നു നമ്മുടെ ഇത്രയും കാലമുള്ള ഫോർമാറ്റ്. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, മാറ്റമുണ്ട്. എന്തായാലും സൂപ്പർ കപ്പിൽ ഉള്ള മാറ്റം ഇത് പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല അതിന് വേറെ റിവാർഡുണ്ടായി. അതായത് മറ്റേ ചെക്ക് ചെയ്യുമ്പോൾ അത് 13 ISL ക്ലബ്ബുകളും 3 ഐ ലീഗ് ക്ലബ്ബുകളും. മാത്രമല്ല ഇതിൽ ജയിക്കുന്ന ടീമിനൊരു ഗുണം കൂടി ഉണ്ട്. നമ്മുടെ ISL കപ്പൊന്നും ജയിക്കുന്ന മാതിരി കണ്ടവൺ കളിയൊന്നും ആവില്ല. ACL എന്ന് പറഞ്ഞാൽ ആ ഒരു ACLനുള്ള പ്ലേ ഓഫും കൂടി നമുക്ക് കിട്ടും എന്നുള്ളതാണ്, ACL 2ലേക്കുള്ള പ്ലേ ഓഫ്സ്. സോ അത് ഭയങ്കര അട്രാക്റ്റീവാണ്. കാരണം ഈ സൂപ്പർ കപ്പിലൂടെ ജയിക്കുന്നതോട് കൂടി തന്നെ നമുക്ക് ഒരു ചാമ്പ്യൻസ് ലീഗൊക്കെ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊരു കപ്പ് എങ്ങനെയും ഷെൽഫിലെത്തിച്ചാൽ മതി. ഒരു മാസത്തോളം ടൈം നമ്മൾക്കുണ്ട്. ഇതും കൂടി അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സീസണിൽ ഒരു കോപ്പും ഇല്ലാതെ പോകും. കാരണം ആ ഇവാൻ കോമനോവിച്ചിനെ എന്തിനാണ് സാക്ക് ചെയ്തതെന്നുള്ള ചോദ്യം പിന്നെയും വരും. സോ അതെങ്കിലും മാനേജ്മെൻറ്റിന് എന്തെങ്കിലും അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ കപ്പെങ്കിലും നേടുക എന്നുള്ളതാണ്. സൂപ്പർ കപ്പിനെ വലിയൊരു പ്രാധാന്യം കൊടുത്ത് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ട്രോഫികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫാൻസ് അടങ്ങിയേക്കും. പിന്നെ കുറച്ചൊക്കെ ISL ഇൻകൺസിസ്റ്റൻ്റായി കളിച്ചാലൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ട്രോഫി എങ്ങനെയെങ്കിലും അടിച്ചാൽ മതി എന്നാണ് പറയുന്നുള്ളൂ. എന്തായാലും ISL നോക്കുമ്പം 2 ട്രോഫികളാണ് ഉള്ളത്. അതിൽ ലീഗ് ഷീൽഡാണ് കുറച്ചുകൂടി വലുത്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ISL കപ്പടിക്കണം. കാരണം ISL കപ്പിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിൽ നമ്മൾ 3 തവണ വീണത് ISL കപ്പിന് മുന്നിലാണ്. സോ നമ്മൾ ലീഗ് ഷീൽഡ് അത്ര റിസേർവ്ഡ് ആയിട്ടുള്ള ടീമല്ല. അടിക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ 2 റൺ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ISL കപ്പടിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് നമ്മൾ 3 തവണ വീണുമായിട്ട് അത് കിട്ടും. അത് നമ്മൾ നല്ല ഡിസേർവ്ഡ് തന്നെയാണ്. ലീഗ് ഷീൽഡ് അത്ര ഡിസേർവ്ഡ് അല്ല. ഏതായാലും നമുക്കത് നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ടൈമുണ്ട്. മാത്രമല്ല 16 ടീമുകളാണ്, നോക്കൗട്ടാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ മറ്റേ പരിപാടിയൊന്നും അല്ല, നോക്കൗട്ടാണ്. ഒരു കളി തോറ്റാൽ തന്നെ പുറത്താണ്. കാരണം എനിക്കൊന്നും ഹോം ആൻഡ് അവേ ഇല്ല. നമ്മുടെ ഈ പ്രീമിയർ ലീഗിലൊന്നും കാണുന്ന മാതിരി ഹോം ആൻഡ് അവേ ഇല്ലാത്ത സാധനമാണ്. അതിലൊക്കെ FA കപ്പിനൊക്കെ ഒരു ഹോം ആൻഡ് അവേ ഉണ്ട്. അത് 2 ലെഗുകളായി നടത്തി അതിൻ്റെ സ്കോറായിരിക്കും അടുത്ത റൗണ്ടിൽ കടക്കാൻ പറ്റും. ഇത്തവണ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. എന്തായാലും ഫസ്റ്റ് പ്രീ ക്വാർട്ടർ, സെമി, അങ്ങനെയാണ് ഫൈനൽ. ആ രീതിയിലാണ് ഈ ഒരു ടൂർണമെൻറ്റ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ജയിക്കുന്ന ടീമിനാണെങ്കിൽ ACL, അത് നേരത്തെ പറഞ്ഞല്ലോ, ACL ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഇതെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് അടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇതിന് മുന്നേ ട്രോഫി അടിച്ചിട്ടുള്ളവർ എന്ന് പറയുന്നത് ഗോവ, മോഹൻ ബഗാൻ, ബംഗളൂരു FC, അതുപോലെ തന്നെ നമ്മുടെ ഒഡീഷ FC എന്നിവരാണ്. കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളും അടിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ട്രോഫി പൊക്കാൻ പറ്റുമോയെന്ന്. കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഇതുവരെയായിട്ടൊരു ട്രോഫി പോലും പൊക്കാൻ പറ്റില്ല. ഇത് ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ചരിത്രത്തിലെ ആദ്യത്തെ ട്രോഫിയാണ് ആവുക. എന്തായാലും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. ഇതിനുവേണ്ടി നല്ലൊരു പ്ലാനോട് കൂടി ഇറങ്ങിയത് തന്നെ ഇത് കിട്ടും, ഉറപ്പാണ്. ശരി, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.